നമ്മളുടെ 7ലും 8ലും 9ലൊക്കെ പല പല ക്ലാസ്സുകളായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് നമ്മളുടെ ആസിഡുകളെയും ബേസുകളെയും കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ. അപ്പോൾ എപ്പോഴും നമുക്ക് ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ആസിഡിലും ബേസിലും ഒക്കെ, അല്ലെങ്കിൽ ഇവരെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ കുറച്ച് ആളുകളെ യൂസ് ചെയ്യാറുണ്ട്. ആരെയാണ് യൂസ് ചെയ്യാറുള്ളതെന്ന് ഓർമ്മയുണ്ടോ? ആരെയാണ് യൂസ് ചെയ്യാറുള്ളത്? യെസ്, നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ആളുകളെയാണ് ആസിഡ്സിനെയും ബേസുകളെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പം നമുക്കറിയാം, നമ്മളും നമ്മളുടെ ഡെയിലി ലൈഫിൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ആൾ നമ്മളുമായിട്ട് ഭയങ്കര റിലേറ്റഡാണ് അല്ലേ. കാരണം നമ്മളെല്ലാവരും, ഇപ്പം നിങ്ങൾ വണ്ടി ഓടിക്കുന്നുണ്ടാവില്ല, അല്ലാതെ വീട്ടിലുള്ളവരും അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ളവരും അല്ലെങ്കിൽ റോട്ടിൽ കൂടെ പോകുന്ന ഇഷ്ടംപോലെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇവരൊക്കെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇവരൊക്കെ എന്ത് ഇടാറുണ്ട്? ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കാറുള്ളത് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ വണ്ടി നിർത്താൻ പോവാണോ, അതോ ലെഫ്റ്റിലേക്ക് പോവാണോ, റൈറ്റിലേക്ക് പോവാണോ എന്നൊക്കെ ബാക്കിൽ വരുന്ന വണ്ടിക്കാർക്ക് അറിയണം അല്ലേ. സോ അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് യൂസ് ചെയ്യണം? നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആസിഡ് ആണോ ബേസ് ആണോ നമുക്ക് തിരിച്ചറിയണ്ടേ. അപ്പോൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ കെമിസ്ട്രിയിലും നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കളർ ചേഞ്ച് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ വേഗം നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റെഡി അല്ലേ നോക്കാനായിട്ട്? അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആരെ നോക്കാം? ആരാന്ന് മനസ്സിലായോ? ആരെ കുറിച്ചായിരിക്കും മിസ് പറയുന്നുണ്ടാവുക? യെസ്, നമ്മളുടെ ലിറ്റ്മസിനെ കുറിച്ചാണ് പറയുന്നത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ലിറ്റ്മസ് ഇതെന്താ? ലൈക്കൺസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ലൈക്കൺസിൽ നിന്നാണ് നമ്മൾ ആരെ ഉണ്ടാക്കിയെടുക്കുന്നത്? നമ്മളുടെ ലിറ്റ്മസ് സൊല്യൂഷൻ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ലിറ്റ്മസ് പേപ്പർ അല്ലെങ്കിൽ ലിറ്റ്മസ് സൊല്യൂഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ച് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ലിറ്റ്മസ് പേപ്പർ എങ്ങനെയാണ് ആസിഡിലും ബേസിലും കളർ ചേഞ്ച് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കുഞ്ഞ് കോഡ് വെച്ചിട്ട് ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ഇതാണ് നമ്മളുടെ കോഡ്. ഈ ഒരു കോഡ് വെച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ കളർ ചേഞ്ച് ഓർത്ത് വെക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു ബാറ് കാണാം. ഓക്കെ, എന്ത് കാണാം? ഒരു ബാറ് കാണാം അല്ലേ. അപ്പോൾ ബാർ എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട സ്ഥലമൊന്നും അല്ല. ഓക്കെ, അപ്പോൾ അതെ ഈ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം ഓർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ലിറ്റ്മസിലെ കളർ ചേഞ്ച് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. എങ്ങനെയാണെന്നായിരിക്കും അല്ലേ. അപ്പോൾ ഒന്ന് മിസ്സിനെ ശ്രദ്ധിച്ചേ. ബാർ എന്നൊന്ന് വലുതാക്കി എഴുതാം. ഓക്കെ, അപ്പോൾ ഈ എ എന്ന് പറയുന്നത് നമ്മളുടെ ആസിഡ് ആണ്. എ എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ ആസിഡ് ആണ്. ബി എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലൂ ആണ്. ആർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആരായിരിക്കും? നമ്മളുടെ റെഡ് ആയിരിക്കും. കാരണം നമുക്കറിയാം ബ്ലൂവും റെഡും ലിറ്റ്മസുകളാണ് നമ്മളുടെ കയ്യിലുള്ളത് അല്ലേ. അപ്പോൾ അതേ നമ്മൾ ബ്ലൂ ലിറ്റ്മസ് ആസിഡിൽ കൊണ്ടുപോയി മുക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആസിഡിൽ കൊണ്ടുപോയി ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് കളറായിട്ട് മാറും? അത് റെഡ് കളറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ബാറിന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് മനസ്സിലായോ? ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ആസിഡ് റെഡ് എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ആസിഡിൽ കൊണ്ടുപോയിട്ട് ബ്ലൂ ലിറ്റ്മസിനെ ഡിപ്പ് ചെയ്താൽ ആൾ എന്ത് കളറായിട്ട് മാറും? റെഡ് കളറായിട്ട് മാറും. സോ നമ്മളുടെ ബാർ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കിട്ടി? ആ ഒരു കളർ ചേഞ്ച് കിട്ടി. അടുത്തത് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതേ നമ്മളുടെ സ്വന്തം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും അല്ലേ ക്രിക്കറ്റ് ഒക്കെ. അപ്പോൾ നമ്മളുടെ വിരാട് കോഹ്ലി ഒക്കെ ഉള്ള നമ്മളുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് എന്ത് ചെയ്യുക? നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് ചേഞ്ച് ഉണ്ട്. എന്താണ് ചേഞ്ച് എന്നറിയോ? RCBക്ക് പകരം നമുക്ക് സി ആയിട്ട് ആരും ഇപ്പോൾ ഇവിടെ ഇല്ല. നമ്മൾ ലിറ്റ്മസിനെ കുറിച്ചും ആസിഡ് ബേസ് ഒക്കെ അല്ലേ പറയുന്നത്. സോ ഈ സിക്ക് പകരം നമ്മൾ ആരെയാക്കുക? ബി എന്നൊന്ന് ഓർത്ത് വെക്കുക. ഓർത്ത് വെക്കുക? RCBക്ക് പകരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് RBB എന്നൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ആർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട പോലെ റെഡ് ആണ്. ബി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട പോലെ ബ്ലൂ ആണ്. സെന്ററിലുള്ള ബി എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ ബേസ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ വരുന്ന കളർ ചേഞ്ച്? നമ്മൾ ബേസിൽ കൊണ്ടുപോയിട്ട് ഒരു റെഡ് ലിറ്റ്മസിനെ ഡിപ്പ് ചെയ്താൽ അത് എന്ത് കളറായിട്ട് മാറും? ബ്ലൂ കളറായിട്ട് മാറും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ലിറ്റ്മസിന്റെ കളർ ചേഞ്ച് ഓർത്ത് വെക്കാനായിട്ട് ബാർ എന്നും RBB അല്ലെങ്കിൽ നമ്മളുടെ RCB ഓർക്കുക. എന്നിട്ട് ആ സീഡ് അവിടെ ഒന്ന് ബി ആക്കണം എന്ന് ഓർത്ത് വെച്ചാൽ മതി. സോ ലിറ്റ്മസിന്റെ കളർ ചേഞ്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ. അടുത്ത ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ആരാണ്? യെസ്, നമ്മളുടെ സ്വന്തം ചെമ്പരത്തിയാണ് അല്ലേ. ആരാണ് ചെമ്പരത്തിനെ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? ചൈന റോസ് ഹിബിസ്കസ് എന്നൊക്കെ പറയും. അപ്പൊ നമ്മളുടെ ചൈന റോസ് ആണ് നമ്മളുടെ അടുത്ത ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ചൈന റോസിന്റെ കളർ ചേഞ്ച് പഠിക്കാൻ രണ്ടാൾക്കാരെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അതിൽ ഫസ്റ്റത്തെ ഒരാളെന്ന് പറയുന്നത് BCG വാക്സിൻ എന്ന് മക്കൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ BCG വാക്സിൻ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ചൈന റോസിന്റെ കളർ ചേഞ്ച് നമുക്ക് കിട്ടും. BCG എന്താന്ന് നോക്കിയാലോ. ഈ C എന്ന് പറയുന്നത് ചൈന റോസ് ആണ് കേട്ടോ.
സി എന്ന് പറയുന്നത് ചൈന റോസ് ആണ്, ബി എന്ന് പറയുന്നത് നമ്മളുടെ ബേസ് ആണ്, ജി എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടുന്ന് മനസ്സിലാവുന്നേ? ചൈന റോസ് ഇൻഡിക്കേറ്ററിൽ നമ്മൾ ഒരു ബേസ് കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ബേസിൽ കൊണ്ടുപോയിട്ട് ചൈന റോസ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഏത് കളറാണ് കാണിക്കുക? ഗ്രീൻ കളർ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇതേപോലെ ആസിഡിൽ എന്താ സംഭവിക്കുക നമുക്കറിയണ്ടേ? അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? MCA എന്ന് ഓർക്കാം. ഓക്കെ, മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ആരെങ്കിലും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പഠിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ BCA കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന കോഴ്സാണ് ഈ MCA എന്ന് പറയുന്നത്. സോ നിങ്ങൾ അടുത്ത കോഡായിട്ട് MCA ഓർക്കുക കേട്ടോ. അപ്പോൾ MCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സി നമ്മളുടെ ചൈന റോസ് ആണ്, ചൈന റോസ്. എം എന്ന് പറയുന്നത് മജന്ത. എം എന്ന് പറയുന്നത് ആരാണ്? മജന്തയാണ്. എ എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നേരെ തിരിച്ചാണ് MCA വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ACM എന്ന് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മളുടെ ആസിഡിൽ നമ്മൾ ചൈന റോസ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് കളറായിരിക്കും കാണിക്കുന്നത്? മജന്ത കളർ. ബേസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഗ്രീൻ കളറായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ആസിഡിലാണ് നമ്മളുടെ ചൈന റോസ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നതെങ്കിൽ ആൾ ഏത് കളർ കാണിക്കും? മജന്ത കളറായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ബാറ് പഠിച്ചു, ദെൻ നമ്മളുടെ RBB പഠിച്ചു, അതിനുശേഷം നമ്മൾ BCG പഠിച്ചു, പിന്നെ നമ്മൾ MCA പഠിച്ചു. ഒക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വേർഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓർമ്മയുണ്ടാവും. നെക്സ്റ്റ് നമ്മളുടെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ ടർമറിക് ആണ്. അടുത്ത ഇൻഡിക്കേറ്റർ ആരാണ്? നമ്മളുടെ ടർമറിക്, അതായത് നമ്മുടെ വീട്ടിലുള്ള നമ്മളുടെ മഞ്ഞപ്പൊടിയാണ് അടുത്ത എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ് അല്ലേ? നമ്മൾ ഈ മഞ്ഞപ്പൊടി, അതായത് മഞ്ഞപ്പൊടി ജസ്റ്റ് വാട്ടറിൽ മിക്സ് ചെയ്താൽ അത് എന്തായി? അതൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടർമറിക് നമ്മളൊരു ആസിഡിലാണ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. ഇവിടെ തന്നെ ചെയ്താൽ അല്ലേ? ടർമറിക് നമ്മളൊരു ആസിഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ? പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നുമില്ല, യെല്ലോ കളർ തന്നെ. ആസിഡിൽ ആഡ് ചെയ്താൽ എന്താണ്? ആള് പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല, ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ആസിഡിനെ. സോ അതെന്താ? സ്വന്തം കളർ തന്നെ കാണിക്കും, അതായത് യെല്ലോ കളറേ കാണിക്കുള്ളൂ. എന്നാൽ നമ്മൾ ഈ ടർമറിക്കിനെ കൊണ്ടുപോയി കുറച്ച് സോപ്പ് വെള്ളത്തിൽ കലക്കി നോക്കി നോക്ക്, അല്ലെങ്കിൽ ഒരു ഡിറ്റർജന്റ് സൊല്യൂഷനിൽ കൊണ്ടുപോയി കലക്കി നോക്കി നോക്ക്, അതൊരു ബേസ് ആണ് അല്ലേ? അപ്പൊ ബേസിലാണ് നമ്മൾ ടർമറിക് ഇൻഡിക്കേറ്ററിനെ ആഡ് ചെയ്യുന്നതെങ്കിൽ ആൾ എന്ത് തരും നമുക്ക്? നല്ല കളർഫുൾ ആയിട്ടുള്ള റെഡ് കളർ നമുക്ക് തരും. ഓക്കെ, അപ്പൊ നമ്മളുടെ ടർമറിക് ഇൻഡിക്കേറ്റർ എന്താണ് ചെയ്യുന്നത്? ടർമറിക് ഇൻഡിക്കേറ്റർ നമ്മൾ ബേസിൽ ആഡ് ചെയ്താൽ ആള് റെഡ് കളർ കാണിക്കും. അല്ല, ആസിഡിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആൾ എന്ത് കളർ കാണിക്കും? യെല്ലോ കളർ. കളർ വ്യത്യാസമൊന്നുമില്ല, യെല്ലോ കളർ തന്നെ കാണിക്കും. അടുത്ത നമ്മളുടെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും ഈ ഒരു പേര്, നമ്മളുടെ ഫിനോഫ്തലിൻ ആണ്. ഓക്കെ, ഫിനോഫ്തലിനും ഇതേപോലെ തന്നെയാണ്. ഫിനോഫ്തലിൻ നമ്മൾ ആസിഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനോഫ്തലിന് ഇതേപോലെ തന്നെ ആസിഡിനെ വലിയ ടർമറിക് പോലെ തന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫിനോഫ്തലിൻ അങ്ങനെ പ്രത്യേകിച്ച് കളറായിട്ടൊന്നും ഇരിക്കേണ്ടെന്ന് വിചാരിക്കും അല്ലേ? അപ്പോൾ ആസിഡിൽ നമ്മളുടെ ഫിനോഫ്തലിൻ എന്ന് പറയുന്ന ആൾ എന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. ഒരു ആസിഡിൽ കൊണ്ടുപോയിട്ട് ഫിനോഫ്തലിൻ എത്ര ആഡ് ചെയ്ത് നോക്കിക്കോ, ഒരു കളറും അവിടെ കാണാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ ഒരു ഇറ്റ് കൊണ്ടുപോയിട്ട് ബേസിൽ ആഡ് ചെയ്ത് നോക്കിക്കേ, എന്ത് കാണാൻ പറ്റും? ആദ്യം നല്ല അടിപൊളി പിങ്ക് കളർ കാണാൻ പറ്റും. അടിപൊളിയായിട്ട് എന്ത് കാണാൻ പറ്റും? നല്ല പിങ്ക് കളർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിനോഫ്തലിൻ ആസിഡിൽ ആഡ് ചെയ്താൽ കളർലെസ് ആയിരിക്കും, ബേസിൽ ആഡ് ചെയ്താൽ ആൾ എന്ത് കളറാണ് കാണിക്കുന്നത്? പിങ്ക് കളർ എക്സിബിറ്റ്. അടുത്തത് ആരാണ്? യെസ്, അടുത്ത നമ്മളുടെ മീഥൈൽ ഓറഞ്ച് ആണ്. അടുത്ത ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ആരാണ്? മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ആണ്. മീഥൈൽ ഓറഞ്ച് ഇതേപോലെ തന്നെ എന്താണ്? ആസിഡിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഡേഞ്ചർ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും റെഡ് ആണ് വെക്കുക അല്ലേ? അപ്പോൾ അത് ഓർത്താൽ മതി. മീഥൈൽ ഓറഞ്ച് ആസിഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ എന്ത് കളർ കാണിക്കും? റെഡ് കളറാണ് കാണിക്കുന്നുണ്ടാവുക. എന്നാൽ ബേസിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളൊരു യെല്ലോ കളറായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മൾ 5 ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് എവിടെ പഠിച്ചിട്ടുണ്ട്? ഈ ഒരു വീഡിയോയിൽ വേഗം നോക്കിയിട്ടുണ്ട്. അപ്പം മക്കൾക്ക് ഒരുപാട് മാറിപ്പോകുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഇത് വീണ്ടും എന്ത് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഈ കോഡുകൾ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ഒരു നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് ആസിഡിലും ബേസിലും ആഡ് ചെയ്യുമ്പോഴുള്ള കളർ ചേഞ്ചസ് പഠിച്ചു വെക്കുക. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ HCl-ൽ ഫിനോഫ്തലിൻ ആഡ് ചെയ്തു എന്ന് വിചാരിച്ചോ.
HCl ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഫിനോഫ്തലിൻ ആഡ് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന കളർ ചേഞ്ച് എന്താണ്? കളർ ചേഞ്ച് ആവോ, അതോ കളർ ചേഞ്ച് ആവില്ലേ, അതോ പിങ്ക് ആവോ, റോസ് ആവോ, വെള്ളയാവോ, എന്താണ് അവിടെ സംഭവിക്കുന്ന കളർ ചേഞ്ച് എന്നുള്ളത് എന്ത് ചെയ്യാം? ഒന്ന് കമന്റ് ബോക്സിൽ എഴുതിയിടാം. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡിൽ അതായത് HCl നമ്മുടെ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കളർ ചേഞ്ച് എന്താണെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നോ, നല്ലതായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.